കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 5 വർഷം മുമ്പാണ് ഒരു സ്ത്രീയെ കൊന്നു. അതിന് കാരണമായിട്ട് അയാൾ പറയുകയോ അയാളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുകയോ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചത് മുടിയുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതായി. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തിൽ കൂടുതൽ മുടിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ഭാര്യയായി. അങ്ങനെ കൊലപാതകം കഴിഞ്ഞ് അയാൾ ജയിലിലേക്ക് പോയി. അയാൾക്കൊരു ഭാവവ്യത്യാസമില്ല. കാരണം അയാൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കിക് ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ മനഃശാസ്ത്രപരമായിട്ട് ഒരു മനോരോഗി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ. നമ്മൾ ഈ ക്രിമിനലുകളൊക്കെ കോടതിയിൽ ഹാജരാക്കുകയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി പിന്നീട് കോടതിയിൽ ഹാജരാക്കി ശിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് മാനസാന്തരം ഉണ്ടാവുകയും അവർ മാറുകയും നമ്മളുടെ മുഖ്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാര ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയും ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രത്യാശയുടെ പുറത്താണ്. അതാണ് നീതിന്യായ വ്യവസ്ഥ ഈ കാര്യങ്ങളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. സമൂഹവും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കണക്കെടുത്തിട്ടൊരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാളെ ഉടനെ തീർത്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇന്നലെ ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ആൾക്കൂട്ടവും അതുപോലെ പോലീസുമാണ് വനമേഖല ആകെ വളഞ്ഞത്.